അമേരിക്കയുടെ യുദ്ധക്കപ്പലായ അബ്രഹാം ലിങ്കണിനെ തായ്ലൻഡിലേക്ക് മാറ്റിയിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പരമാവധി ആ വിവരങ്ങളെല്ലാം അമേരിക്ക രഹസ്യമാക്കി വെച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ കപ്പലിനെ കാണാത്തതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ സമയത്താണ് തങ്ങളത് മാറ്റിയിട്ടുണ്ട്, ചെറിയ കേടുപാടുകൾ തീർക്കാനാണ് എന്ന തരത്തിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണക്കുറിപ്പ് പുറത്ത് ഇറക്കിയത്. സംഭവം നടന്നത് ഈ കപ്പലിൽ ഏകദേശം സൈനികരടക്കം 5000-ഓളം ജീവനക്കാരുണ്ടായിരുന്നു. അവർക്ക് തമ്മിൽ വലിയ വിഷയങ്ങളുണ്ടായി. പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാൻ സാധിക്കാത്ത വിധം പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിയാണ് എന്ന കാര്യങ്ങളൊക്കെ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ അത് നടന്നിട്ടില്ല. ഏകദേശം 9 മാസത്തോളമായി അറേബ്യൻ കടലിൽ നങ്കൂരം വിട്ടിരിക്കുന്ന ഈ യുദ്ധക്കപ്പൽ വലിയ രീതിയിലുള്ള വിവാദത്തിൽ കലാശിച്ചിട്ടുണ്ട്. 100-ലധികം ആക്രമണങ്ങൾ ഇറാൻ്റെ IRGCയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. കപ്പലിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, വലിയ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്, മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും പിടിച്ചു നിന്നായിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം യുദ്ധക്കപ്പലുകൾ ഉണ്ടാകുമ്പോൾ 6 മാസം കഴിഞ്ഞാൽ സൈനികരെ മാറ്റുന്ന ഒരു പ്രവൃത്തി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാറുള്ളതാണ്. 6 മാസം കഴിഞ്ഞ് 9 മാസത്തിലെത്തിയിട്ടും അതേക്കുറിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല അവരുടെ ജീവിത രീതി, ഭക്ഷണ രീതി, ജയിൽവാസം അനുഭവിക്കുന്ന അവസ്ഥയിലായി യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൈനികർ. ആ രീതിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർ മാറി എന്നുള്ളതാണ്. ചില റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഒരു രണ്ട് കഷ്ണം ബ്രെഡും ഒരു കഷ്ണം ഇറച്ചിയും തിന്ന് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക്, ഒരു ദിവസം ആ ഭക്ഷണം മാത്രമേ ഉണ്ടാവൂ. കുടിവെള്ളം പോലും പ്രയാസമാണ്, ബാത്റൂം പോലും പ്രയാസമാണ്. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായി, അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ പതുക്കെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. പകരം ജോർജ് വാഷിങ്ടൺ എന്ന് പറയുന്ന കപ്പൽ ഈ മേഖലയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നും പറയാൻ വേണ്ടി സാധിക്കുന്നു. മേഖല ആകെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ്. അപ്പോൾ ഈ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയിലൂടെ ഒരു കപ്പലിനെ പോലും ഇറാൻ കടത്തിവിടുന്നില്ല. അതിനെ പൂർണ്ണമായിരിക്കുന്ന അധികാരം തങ്ങളുടേതാണ് എന്ന് ഇറാൻ പറയുന്നു. അവരുടേതല്ല അധികാരമൊക്കെ തങ്ങളുടേതാണ് എന്ന് ട്രംപ് പറയുന്നു. ആ തരത്തിലാണ് വിഷയങ്ങൾ നിലനിൽക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലൂടെ ഒരു കപ്പലുക്ക് സ്വതന്ത്രമായ രീതിയിൽ സഞ്ചാരം നടത്താൻ വേണ്ടി സാധിക്കില്ല. ഒറ്റപ്പെട്ട കപ്പലുകൾ പോകുന്നുണ്ട്. അത് ഇറാൻ്റെ പൂർണ്ണമായിരിക്കുന്ന അനുമതിയോട് കൂടിയാണ്. അതേപോലെ തന്നെ ഇറാഖിന് പ്രത്യേകമായിരിക്കുന്ന അനുമതി നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ അനുമതിയില്ലാത്ത കപ്പലുകൾ ഇറാൻ ആക്രമിക്കുന്നു, തകർക്കുന്നു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അവരുടെ കപ്പൽ പോലും സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയേറെ നാണംകെട്ട ഒരു പ്രസിഡന്റ് വന്നിട്ടില്ല എന്നുള്ളിടത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഏത് പ്രസിഡന്റുമാർ ഭരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആണ് എന്നൊരു പക്വതെങ്കിലും കാണിച്ചിരുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസിക രോഗിയുടെ വിഭ്രാന്തിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ എന്താവണമെന്നോ മൂപ്പർക്ക് ഒരു നിശ്ചയമില്ല. 47ാമത്തെ പ്രസിഡൻ്റാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ, അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റ്. 2025 ജനുവരി 20-നാണ് മൂപ്പര് അധികാരം ഏൽക്കുന്നത്. അന്ന് മുതൽ പ്രശ്നമാണ്. 45ാമത്തെ പ്രസിഡന്റ് മൂപ്പർ തന്നെയായിരുന്നു 2017-21 കാലഘട്ടത്തിൽ. അന്ന് തുടങ്ങിയിട്ടുണ്ട് ഇറാനുമായിട്ടുള്ള സംഘർഷങ്ങളും വിഷയങ്ങളും. ഇറാൻ്റെ സൈനിക മേധാവിയെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇവിടെ ശത്രുത മൂർധന്യത്തിലെത്തുന്നത്. ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായിരുന്നില്ല. ഇറാൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം സൈനിക മേഖലയിൽ നിന്ന് റിട്ടയർഡ് ചെയ്യുന്ന സമയത്ത് എന്ന് പോലും പറയുന്നു. അവിടെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായുടെ ഏറ്റവും അടുത്ത് ബന്ധം സ്ഥാപിച്ച വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഖാസിം സുലൈമാനിയുടെ മയ്യത്ത് നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കരയുന്നൊരു രംഗമുണ്ടായിരുന്നു. അത്രയ്ക്ക് ആത്മാർത്ഥമായിരുന്നു ബന്ധങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല അന്ന് നടന്ന സംഭവം എന്ന് വെച്ചാൽ, കൊലപാതകം ചെയ്യുന്ന സംഭവം നേരിട്ട് കാണണമെന്ന് ട്രംപ് പറഞ്ഞു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഴത്തിൽ മുറിവേറ്റ സംഭവം കൂടിയാണ്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഫുട്ബോൾ പോലെ ഇടങ്കാൽ വെച്ച് എതിർ വിഭാഗത്തിലെ കളിക്കാരെ വീഴ്ത്തുന്നതും റഫറിയുമായി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വിജയം വരിക്കുന്ന പ്രക്രിയയല്ല യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധം എന്ന് പറഞ്ഞാൽ കായികമായ രീതിയിൽ നേരിടേണ്ടതല്ല, ബുദ്ധിപരമായി നേരിടേണ്ടതാണ്. ആ കാര്യത്തിൽ ഇറാൻ 100% വിജയിച്ചിരിക്കുന്നു. ആ കാര്യത്തിൽ അമേരിക്ക 100% പരാജയപ്പെട്ടിരിക്കുന്നു.
ഇറാൻ്റെ ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഖത്തറിൻ്റേതായിരിക്കുന്ന ഒരു പ്രസ്താവന പുറത്തു വന്നതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാര്യം ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഉപരോധം മണ്ടത്തരമെന്ന് ഖത്തർ പറഞ്ഞു. ഖത്തറും ഇറാനും തമ്മിൽ വലിയ വിഷയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇറാൻ്റെ 2 പൈലറ്റുമാരെ ഖത്തർ പിടിച്ചു വെച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചർച്ചയിലൂടെ നമുക്ക് സംസാരിക്കാം എന്ന് ഖത്തർ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഒരു നിശ്ചിത സമയത്തിനിടയിൽ ഈ പൈലറ്റുമാരെ വിട്ടു നൽകിയിട്ടില്ലെങ്കിൽ, അവരെക്കുറിച്ച് വിവരങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ ഖത്തറിനെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ആ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ വിഷയം വന്നത്. അമേരിക്കയുടെ വിഷയം വന്ന സമയത്ത് അവരിങ്ങനെയാണ് പറയുന്നത്, ഇറാനെതിരെ അമേരിക്കയുടെ ഉപരോധം മണ്ടത്തരമാണ്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് അത് അറേബ്യൻ രാജ്യങ്ങൾ ലോകത്തെയും സാരമായിട്ട് ബാധിക്കും. അതിനൊരു അവസര സാഹചര്യങ്ങൾ അമേരിക്ക കൊടുക്കാൻ വേണ്ടി പാടില്ല. ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പറഞ്ഞു. മജീദ് അൽ അൻസാരിയാണ് ഇതിൻ്റെ പ്രാഥമികമായിരിക്കുന്ന വിവരങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. ഇങ്ങനെയാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇറാനെ വേദനിപ്പിച്ചാൽ അവർ കൈ പ്രയോഗിക്കും. എല്ലാവരെയും അത് സാരമായിട്ട് ബാധിക്കും. അതിനെ നിയന്ത്രിക്കാനോ പ്രതിരോധിക്കാനോ ഈ ആക്രമണത്തെ ഇല്ലാതാക്കാനോ അമേരിക്ക എന്നല്ല ലോകത്തൊരു രാജ്യത്തിന് സാധിക്കുകയില്ല. പയഞ്ചൻ ബുദ്ധി പ്രയോഗിക്കരുത്. കൃത്യമായിരിക്കുന്ന തന്ത്രങ്ങൾ പ്രയോഗിക്കണം. ഇപ്പോഴത്തെ ഒരു അവസ്ഥാ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇറാനുമായി ഒരു സഹകരണ മേഖലയിലൂടെ നീങ്ങുന്നതാണ് ഏറ്റവും ഉചിതം. കാര്യം അവർക്ക് വലിയ മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവേറ്റത് കൊണ്ട് അവർ ആക്രമിക്കുമ്പോൾ അത് അരുത് എന്നോ തെറ്റ് എന്നോ ലോകത്തിന് പറയാൻ വേണ്ടി സാധിക്കില്ല. കാര്യം അവിടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തി, മാത്രമല്ല അവരുടെ പിഞ്ചു കുട്ടികൾ 4 മുതൽ 12 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ 168ഓളം പേരെ അമേരിക്ക കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രാജ്യത്തിന് എന്നല്ല ലോകത്തിന് ആകെ പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന 2 കൊലപാതകമാണ് അവിടെ അമേരിക്ക നടത്തിയത്. അപ്പോൾ അവർക്ക് തിരിച്ചടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന് അവകാശമുണ്ട് എന്ന് സ്വാഭാവികപരമായ രീതിയിൽ പറഞ്ഞാൽ അതിന് എതിർത്ത് പറയാനൊന്നും പറ്റില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നു പാകിസ്ഥാൻ വഴി. പക്ഷേ ഇറാൻ അതിൻ്റെ നിലപാടിൽ നിന്ന് യാതൊരു അയവും വരുത്തിയിട്ടില്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കപ്പൽ, അമേരിക്കയുടെ ഒരു പടക്കപ്പൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്യം കാണാൻ വേണ്ടി വന്ന കപ്പൽ ലക്ഷ്യം കണ്ട ശേഷം മാത്രമേ മടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ആ കപ്പൽ മടങ്ങിയെന്നല്ല, ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചെങ്കടലിൽ നിന്ന് ഏകദേശം 6 കപ്പലെങ്കിലും അമേരിക്ക മടക്കിയിട്ടുണ്ട്. അതിൽ 1 അതല്ലെങ്കിൽ 2 കപ്പൽ ബ്രിട്ടൻ്റെതാണ്. അപ്പോൾ ബ്രിട്ടൻ്റെ കപ്പലിനും അവിടെ രക്ഷയൊന്നുമില്ല. 6 കപ്പലിലും 4 കപ്പലും ഭാവിയിൽ ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത വിധം തകർന്നിട്ടുണ്ട്. പല ഭാഗങ്ങൾ തകർത്തിട്ടുണ്ട്, പല മേഖലയിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, 1-2 കപ്പൽ മുങ്ങിപ്പോയിട്ടുണ്ട് എന്നും പറയുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന ഒരു കപ്പൽ മുങ്ങി അതിൽ ഇത്ര ആൾക്കാർ മരണപ്പെട്ടു എന്നതൊന്നും ഈ കഠിനമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ മുൻപിൽ വെച്ച് ഒരു രാജ്യവും പറയില്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ രീതിയിൽ അറിയാൻ വേണ്ടി സാധിക്കുകയില്ല. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നമ്മൾ പറയുന്ന സമയത്ത് $300 ബില്യൺ ഇറാന് നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഈ അമേരിക്കയുടെ കണക്ക് പുറത്ത് വന്നതോട് കൂടിയിട്ട് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇറാന് നൽകുമെന്ന് പറഞ്ഞ $300 ബില്യൺ 2 ഇരട്ടിയിലധികം അമേരിക്കക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്. നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കൃത്യമായ രീതിയിലെ കണക്ക് ലോകത്തോട് അമേരിക്ക പറയുകയാണെങ്കിൽ ലോകം അമ്പരന്ന് പോകും. സർവ്വ മേഖലയിൽ അമേരിക്കയുടെ സൈനിക ബേസുള്ള സർവ്വ മേഖല തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. പുനർജനി ഇല്ലാത്ത തരത്തിൽ എന്നുള്ളതാണ്. അടിവേര് പിഴുതെറിയപ്പെട്ടിട്ടുണ്ട്. അവർ അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ആ തരത്തിലാണ് എന്ത് ചെയ്തത് കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഖത്തർ ഈ നിലപാട് പറയുന്ന സമയത്ത് അവരുടെയും പ്രശ്നങ്ങൾ വളരെ വളരെ വലുതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനിക ബേസും അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളും രാജ്യത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഖത്തർ സുരക്ഷിതമല്ലെന്ന് ഖത്തറിൻ്റെ അമീർ തന്നെ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഖത്തർ മാത്രമല്ല ബാക്കി എല്ലാ രാജ്യങ്ങളും ഇതേ നിലപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാലാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ വിഷയം. ഇറാൻ പറഞ്ഞിരിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളോട് തങ്ങൾക്ക് ശത്രുതയൊന്നുമില്ല, അവിടെ നയങ്ങളോടോ അവരുടെ നിലപാടിനോടോ ശത്രുതയില്ല, ഞങ്ങൾക്ക് ശത്രുത അമേരിക്കയോടാണ്. അമേരിക്കയ്ക്ക് അവസരങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തത് അറേബ്യൻ രാജ്യങ്ങളാണ് എന്നതിനാൽ തന്നെ അവർക്ക് നേരെ ആക്രമണം നടത്തുന്ന സമയത്ത് നമ്മൾ കാരുണ്യം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല.
കാര്യം ഞങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് സംരക്ഷണങ്ങളും സഹായം നൽകുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രയാസങ്ങൾ തങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിച്ചത്. ഏതായിരുന്നാലും ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് വേണ്ടി ചെയ്തിരിക്കുന്ന യുദ്ധം ഇസ്രായേലിന് പോലും അമേരിക്കയെ രക്ഷിക്കാൻ പറ്റാത്ത വിധം വിഷണ്ണമായിരിക്കുന്ന ഒരു പ്രയാസത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കപ്പലിനെ മാറ്റി പുതിയ കപ്പലിനെ വരുത്തി, സൈനികരെ മാറ്റി പുതിയ സൈനികരെ വരുത്തി, ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി. ഇതുകൊണ്ടൊന്നും യഥാർത്ഥത്തിൽ ഗുണപരമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. കാര്യം പരാജയത്തിൻ്റെ കണക്കുകൾ മാത്രമാണ് ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അമേരിക്ക 100% പരാജയത്തിലാണ് എന്ന് പറയാതിരിക്കാനും പറ്റില്ല എന്നുകൂടി തീർച്ചയായിട്ടും നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.